everyone. Yes. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാ മക്കളെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്, പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ +1കാരുടെ സ്കൂൾ അഥവാ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഫലം നമ്മളെ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവുമല്ലേ? എങ്ങനെയാണ് ഫീന്റെ സ്ട്രക്ചർ വരുന്നത്, ഫീസ് എത്രത്തോളം എന്നാണ് പോയി ജോയിൻ ചെയ്യേണ്ടത്, എത്ര വരെ സമയം ഉള്ളൂ, ഇങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സിനുള്ള കൃത്യമായ ഉത്തരവായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ലെറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, യെസ്, അതുപോലെ തന്നെ നിങ്ങളുടെ TC, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും ഇതും വേണം. യെസ്. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്കൂൾ ഉണ്ടാവില്ലേ, ആ സ്കൂളിൽ നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്കൂളിൽ നിന്ന് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് അവിടെ നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതായത് ജൂലൈ 22 നാളെ രാവിലെ 10 മണി തൊട്ട് ജൂലൈ 23 വൈകിട്ട് 4 മണി വരെ, അതായത് നാളെ രാവിലെ 10 തൊട്ട് മറ്റന്നാൾ വൈകിട്ട് 4 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അതെ, അതായത് 2 ദിവസത്തിന്റെ ഗ്യാപ്പ്, കംപ്ലീറ്റ് 2 ദിവസം ഒന്നും കിട്ടുന്നില്ല. ഒരു ദിവസം 10 മണിക്ക് തുടങ്ങി അടുത്ത ദിവസം 4 മണിയാകുമ്പോൾ അത് തീരുന്നുണ്ട്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്താവും, അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതുവരെ ട്രാൻസ്ഫർ എന്ന് ചോദിച്ച ആൾക്കാർ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് നഷ്ടപ്പെടുത്താതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂള് തൊട്ടടുത്തുള്ള വീടിന് തൊട്ടടുത്തുള്ള സ്കൂളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അവയുടെ ഒറിജിനൽ ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതെ, യെസ്. ഇനി ഫീസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ, അതായത് ഇപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കോമ്പിനേഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു കോഴ്സ് ഏതാണോ, അതായത് നിങ്ങൾക്ക് കിട്ടിയ കോമ്പിനേഷൻ ഏതാണോ ആ ഒരു കോമ്പിനേഷന്റെ അധിക ഫീസ്, അതിന് അധിക ഫീസ് ഉണ്ടെങ്കിൽ ആ അധിക ഫീസ് മാത്രം നിങ്ങൾ അടച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ഫർ എടുത്താൽ മതി. അധിക ഫീസ് മാത്രമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ സയൻസിലേക്ക് മാറി, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ കൊമേഴ്സിലേക്ക് ഏത് രീതിയിൽ നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോമ്പിനേഷന് വരുന്ന ഫീസ് അത് എത്രയാണോ അതിൽ നിങ്ങൾക്ക് വരുന്ന ഡിഫറൻസ്, നിങ്ങൾ ഓൾറെഡി ഒരു ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണോ ആ അധിക ഫീസ് മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് ഉള്ളൂ. സെയിം സ്കൂളാണെങ്കിൽ പ്രശ്നമൊന്നും വരുന്നില്ല. കേസ് അങ്ങനെയല്ല അല്ലെ. അടുത്ത കേസ് എന്ന് പറയുമ്പോ വേറൊരു സ്കൂളിൽ നിങ്ങൾ സെയിം കോമ്പിനേഷനിൽ പോവാണ്. അതായത് ഇപ്പൊ സയൻസുകാരാണെങ്കിൽ സയൻസിന് തന്നെയാണ്, പക്ഷെ വേറൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന, അതായത് ട്രാൻസ്ഫർ കിട്ടിയ പുതിയ സ്കൂളിലെ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കണം. പക്ഷെ അത് മാത്രം മതി, അത് മാത്രം അടയ്ക്കേണ്ടതായിട്ടില്ല, ആവശ്യമില്ല. ഇനി അവർക്ക് സംശയം ഉണ്ടായിരിക്കുക വേറെ സ്കൂളിൽ വേറെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതായിരിക്കും. അതായത് ഇപ്പൊ വേറെ സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിലെ കോഷൻ ഡെപ്പോസിറ്റും അതേപോലെ PTA ഫണ്ടും അടയ്ക്കണം. അതിന്റെ കൂടെ തന്നെ ആ കോമ്പിനേഷൻ മാറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയാണോ ഫീസ് അധികമായിട്ട് വരുന്നത് അതും നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. യെസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ, അതെ, കുറെ പേര് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും കുറെ കുട്ടികൾക്ക് ഇപ്പോഴും സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് വീണ്ടും കൊടുക്കണം. അപ്പൊ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്കൂളിലെ വേക്കൻസി ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണം, എന്നാലേ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്നത് 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മളെല്ലാവരും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും, സമയത്ത് തരുന്നതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.